ചന്ദ്രപത്മനാഭൻ എത്തിയല്ലോ. സാർ എന്താ എന്നും കോടതി പിരിയുമ്പോഴത്തേക്ക് വരുന്നത്? കേസുകളൊന്നും ഇല്ല അല്ലേ? അയ്യോ ഇല്ല നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി അമ്മ അമ്മിക്കല്ലിടിച്ച് കൊല്ല്. എന്നിട്ട് വാ. അപ്പൊ എനിക്കൊരു കേസ് പോവും, നിനക്കൊരു കൊലക്കയറ് പോവും. രാവിലെ കണാകുണ വർത്താനം പറഞ്ഞാണല്ലോ കളിക്കുന്നതാ. എന്താ പ്രശ്നം? ചേട്ടാ ഇവൻ ചോദിക്കുക ഈ ബാറിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന്. ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല, പുള്ളിയുടെ മോൻ കണ്ടാൽ തന്നെ അറിയില്ല, ഒരു ക്ണാപ്പാണെന്നൊക്കെ. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റോ? കോടതി കയറ്റും. അല്ല, ഇന്ന് സാറിന്റെ ഗുമസ്തനെ കണ്ടില്ലല്ലോ. അവൻ ചത്തു. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. പറയണ്ട. ഒത്തുതീർപ്പിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് ബസ്സിനെ കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. ഇയാളെ തള്ളെ അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ. സിസ്റ്ററെ, ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താന്. അനന്തനല്ല, ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേത് തുടങ്ങും. എന്ത് വെടി വെടിയല്ല, തനിക്ക് അടിയ തരട്ടെ. ഉർമീസേ, താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തനാ. അയ്യോ സോറി സാർ. ഇതെന്താ കാളസന്ധി എന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുതീർപ്പിനെ വിളിപ്പിച്ചത്. എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകൾ. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോൾ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറൂ. ബ്രദറെ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീല് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ എത്ര തന്റെയാണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മിൽ തല്ലി പിരിയണോന്ന്. അനന്താ, സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കുന്നു. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഇണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണൻ പോയി വേഗം ഫീസ് കളക്ട് ചെയ്യേ. തന്നോടാ. എന്താ ഉർമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്നെ. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിപ്പോയി. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നു, പിന്നാണോ തൊണ്ടില്ലാത്തൊരു പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ IPC 304B തന്നെ പിടിക്കാം അല്ലേ? ചുമ്മാ പിടിച്ചാ പോരാ, മുറുകെ പിടിക്കണം. സംഗതി ഡൗറിയിടത്താ. അതെ, ലോ കോളേജ് 3-4 വർഷം ചരച്ചോണ്ടൊന്നും കാര്യമില്ല. അനുഭവജ്ഞാനം വേണം, അതാണ് എന്റെ വിജയം. പിന്നെ 2-3 ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാ പോരാ. ഇപ്പൊ ലോ പോയിന്റ്സിനൊക്കെ ഭയങ്കര ചാർജാ. വാദം കഴിയട്ടെ, തരാന്നേ. വാദം കഴിയുമ്പോ പിന്നെ പിത്തമാവും. അപ്പം കൈ കാശില്ലാതൊന്നും പറഞ്ഞേക്കരുത്. എന്താടോ ഉർമീസെ പുതിയ വക്കീലിനെ ചാക്കിടുന്നത്? തന്റെ അനന്തം വക്കീൽ എത്തിയില്ലേ? കോടതി പിരിയാറായില്ലല്ലോ, അപ്പോഴല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുന്നള്ളൂ. തനിക്ക് ഈ ഒത്തീർപ്പ് വക്കീലിന്റെ കൂടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരുടെ കൂടെ പോകാൻ പാടില്ലേ? എന്നെ കണ്ടു പഠിക്കേ. അനന്തന് കേസില്ലെങ്കിൽ ഞാൻ സഹിച്ചു. താൻ തന്റെ വക്കീലിന് കേസുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ല പിന്നെ അത് അനന്തം വന്നല്ലോ. അനന്തനെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോ എന്റെ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. താൻ കണ്ടില്ലേടോ? ചീഫും ക്ലോസോ കഴിഞ്ഞോ? കഴിഞ്ഞു. അനന്തൻ ഇരിക്കെ, നമുക്ക് ഇനി ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല, വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന. ഈ കുരിശിനെ പുതിയ ഗുമസ്തനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പാലോ. അനന്ത സ്റ്റോപ്പ്. എന്ത് വങ്കത്തോയി പറയുന്നത്? ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങിയ ചീള് പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ ഉർമീസിനെ കിട്ടില്ല. ഞാൻ ഇവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. ചുമ്മാ കക്ഷികൾ കോടതി വരാൻ കാത്തു നിൽക്കുമ്പോഴാണോ താൻ ഇതിനകത്ത് കയറി വല്ലവന്റെ ഇര വിഴുങ്ങുന്നത്? നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു, അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കക്ഷികൾ കോടതി വരാൻ നിരങ്ങട്ടെ. ആര് പറഞ്ഞു തൊട്ടതിന് പിടിച്ചെടുക്കുക കേസ് കൊടുക്കാൻ? അതുകൊണ്ടാണോ ഞാനും താനൊക്കെ 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്? പോടോ കോടതി വരാന്തേലേക്ക്. കറക്റ്റ്. അതെ, 2-3 ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അതിന് ഊൺ ഓർഡർ ചെയ്ത് നോക്കി. കൂടെ കരിമീൻ മപ്പാസ് വിത്ത് ലെസ് ഗ്രേവി. ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം. അതുവരെ ഞാൻ തന്നെ പഴുത്തന്റെ തൊഴിലായിക്കൊണ്ടിരിക്കും. ഇയാൾ എന്നൊരു വഴിയാ. അപ്പൂപ്പൻ തന്നെ ഇവനിങ്ങനെ വഷളാക്കുന്നത്. ഞാനിതൊന്നും കാണുന്നില്ല എന്നാ വിചാരം. അതാര്? എന്റെ അമ്മയുടെ നായര്.
അച്ഛൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ? എന്റെ വായിരിക്കണമെന്ന് കേക്കണ്ട. അമ്മയെ പ്രശ്നങ്ങൾ പരിഹരിച്ചാ പോരെ, അതിന് കോടതി തന്നെ പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? അതെ, നേരിട്ട് അമ്മാവനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ഇല്ലണമെന്ന് പറഞ്ഞിട്ടാ ഏട്ടൻ പോയത്. ഇനി സുഗന്ധിയുമായിട്ടുള്ള കല്യാണക്കാര്യം സൂചിപ്പിക്കാനായിരിക്കോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേ അവൾ അകത്തുണ്ട്, നീ നേരിട്ട് ചെന്ന് ചോദിക്കും. യുവർ ഓണർ, എന്റെ കേസിലെ പ്രതി നിരപരാധിയാണ്. ഒരു മുറച്ചെറുക്കനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ശാലീന സുന്ദരിയായ ഒരു പെണ്ണിനെ നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ പ്രതിക്ക് നിന്നോട് ആര് പറഞ്ഞത് ഇതെടുത്തരാൻ? ആരെങ്കിലും പറയണോ? ആ പറയണം. എന്ന് അതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. അനന്തേട്ട വീട് അനന്തേട്ട. അയ്യോ, ആരും കാണും. കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ്. അയ്യോ അനന്തേട്ട നോക്കി, അപ്പുറത്ത് അപ്പൂപ്പൻ ഇരിക്കുക. അനന്തേട്ട അമ്മായി കേൾക്കുന്നുണ്ടോ? ഈ അനന്തേട്ട എപ്പോഴും ഇങ്ങനെയാ. അമ്മായി ഞാൻ പോയിട്ട് വരാം. എന്താടാ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? അന്തേട്ട എപ്പോഴും ഇങ്ങനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്. മുൻപരിചയമില്ലല്ലേ? ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേ? റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫ് വിൻ ചെയ്തിട്ടുള്ളൂ. എന്നും ഒത്തുതീർപ്പും കരാട്ടയും കളരിയായിട്ട് നടന്നാ മതിയോ? അപ്പൊ കുരിശ് എന്റെ തലയിൽ കെട്ടി വെക്കണമെന്നാണ് നീ പറയുന്നത്? എത്ര പേരെ വെറുപ്പിച്ചിട്ടാ അനന്തേട്ടന് വേണ്ടി ശരിയാക്കിയെന്നറിയോ? അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയാമോ? നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മാങ്ങാ തൊലി, എന്താ പഴത്തൊലി കളയട്ടെ എന്ന്. അനന്തേട്ടൻ നാലാള് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയാ എനിക്കും അതൊരു അഭിമാനമല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി. ഇതാ താക്കോൽ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്ര വയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 100-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. അനന്ത, കിളങ്കേട്ട ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തിൽ മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം, എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടി കെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടവ എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ, എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? അവിടെ ചതുരംഗം കളിക്കാം. തമ്പുരാ റമ്മി കളിക്കാറില്ലേ? റമ്മി മരിയെ കൂടെ പറ. ഓ
അതെ അതെ, കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വര, എന്ത് ഐശ്വര്യമായിട്ട് കിടന്നതാ. ഇപ്പൊ മൂദേവി അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ചെയ്യിച്ചതാ ഈ കാണുന്ന മുത്തുപണികളൊക്കെ. അതും ഒറ്റത്തടിയില്. വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്. ഒരു പ്രാണിയായി പോയി. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരില്ല, നമുക്ക് നടക്കാം. തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതെന്താ എന്റെ അച്ചി വീടാ. മഹാരാജാവിന്റെ കൊട്ടാരം അത്. ഇറ്റ്സ് എ റോയൽ പാലസ്. ഓ, ഞാൻ വരുന്നില്ല. കൊണ്ടുപോകാടി. എല്ലാം ഒന്ന് നേരെ ചൊവ്വ ആവട്ടെന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി. ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട. ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ, ഇനി പട്ടമഹിഷിയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ച് തരണോ? പട്ട ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷെ എന്നെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിലായി പോയില്ലേ. മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ചാ പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ. അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട് എന്റെ തമ്പുരാട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ. പല്ലക്കൊന്നും. ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന്റെ കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. പോട്ടെ. പ്രേതം എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി കൊടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി കൊടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. പാട്ട് അവിടെ എവിടെന്ന്? ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴി ഉണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ,
നീ പറഞ്ഞ നേരാ. രണ്ടെണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണവും. കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ല ഇദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് ആടും.